So, good evening, everyone. Now we are moving to the next topic of the chapter first aid and first aid and artificial respiration. So mainly we discussed in this chapter regarding first aid. We had completed what is meant by first aid and cardiopulmonary resuscitation, that means CPR, then external cardiac massage, artificial respiration, then different methods in artificial respiration we had already discussed, that means Schafer's method, Nelson's method, we had discussed. Now we are moving to the next topic, that means mouth-to-mouth method of artificial respiration. You may please listen very carefully, and if you have any doubts, please inform me, okay? Or you can just raise your hands. So let me start the screen sharing. Okay. Then mouth to nose respiration. നമ്മളിപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൗത്ത് ടു നോസ് ആണ്, മൂക്കിൽ നിന്ന് നോസ് ടു മൗത്ത്, മൂക്കും വായും തമ്മിലുള്ള റെസ്പിറേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദി വിക്ടിംസ് മൗത്ത് വിൽ നോട്ട് ഓപ്പൺ, അത് ഓപ്പൺ ആയി, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ വായൊക്കെ കൂട്ടി കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ ആവാതിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയാണെങ്കിൽ, ഓർ ഹാസ് എ ബ്ലോക്കേജ് which you cannot clear, then the mouth to nose method of providing artificial respiration should be allowed. അങ്ങനെ വാ തുറക്കാൻ പറ്റാതെ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്, മൗത്ത് ടു നോസ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമ്മളുടെ വാ കൊണ്ട് രോഗിയുടെ മൂക്കിലേക്ക് ശ്വാസം കൊടുക്കുന്ന മെത്തേഡാണ് നമ്മൾ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്നത്. In this method, use fingers of one hand to keep the victim's lips firmly shut. നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിരൽ കൊണ്ട് വിക്ടിം, അതായത് ആ രോഗിയുടെ ലിപ്പുകൾ, ചുണ്ടുകൾ അടച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആസ് ഷോൺ ഇൻ ഫിഗർ 2.13 ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, അതായത് ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് ചുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ശ്വാസം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ഗ്യാപ്പിലൂടെയെങ്കിലും. സീൽ യുവർ ലിപ്സ് around the victim's nostril and blow air gently into his nose and suck back. Check if the victim's chest is rising and failing. അപ്പൊ എന്താ ചെയ്യാൻ, നമ്മൾ അവരുടെ ചുണ്ട് നമ്മൾ അടച്ചു പിടിച്ചതിന് ശേഷം നമ്മളുടെ മുഴുവൻ വായു, ലിപ്സ് എന്ത് ചെയ്യാം, അവരുടെ മൂക്കിലേക്ക് നല്ല ശക്തിയിൽ, നമ്മളുടെ ചുണ്ടുകൊണ്ട് അവരുടെ മൂക്കിലേക്ക് നല്ല ശക്തിയായിട്ട് എയർ പാസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഊതി കൊടുക്കുക എന്ന് പറയും. ബ്ലോ എയർ ജെന്റ്ലി ഇൻ ടു ഹിസ് നോസ് ആൻഡ് സക്ക് ബാക്ക്, അതേപോലെ തിരിച്ച് വലിച്ചെടുത്തിട്ട് കളയുക. ദെൻ ആ സമയത്ത് നമ്മൾ നേരത്തെയൊക്കെ നോക്കിയ പോലെ ലങ്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ വിടരുകയും അല്ലെങ്കിൽ ചുരുങ്ങുകയും ചെയ്യുന്നുണ്ടോ, അതായത് നമ്മൾ ഇത് പറഞ്ഞില്ലേ, എന്താ പറയുന്നത്, അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ടോ നോക്കുക, നെഞ്ചിന്റെ ഭാഗം പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ടോ നോക്കുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻ കേസ് ഓഫ് കാർഡിയാക് അറസ്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് ഇനി പോകുന്നത്. ഈ നോസ് കൊണ്ട് കൊടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ മൂക്ക് വഴി കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വാ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂക്കിലൂടെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കടത്തിവിടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇനി കാർഡിയാക് അറസ്റ്റ്, എന്തെങ്കിലും നെഞ്ചുവേദന സംബന്ധമായിട്ട് വന്ന അസുഖങ്ങളോ ഉള്ളവർക്കാണെങ്കിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. In the case of cardiac arrest, where the heart has stopped beating, the following procedure has to be followed. One must act immediately, as any delay will reduce the chance of the patient's recovery. എന്ത് ചെയ്യും, നമ്മൾ ഇനി പറയാൻ പോകുന്ന മെത്തേഡുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം എന്താ, ഹാർട്ട് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് അനങ്ങുന്നില്ല. ആ സമയത്ത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ഡിലേ വരുത്തി കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ റിക്കവറിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ആസ് ഷോൺ ഇൻ ഫിഗർ 2.14, ചെക്ക് ഇഫ് ദി carotid pulse in the neck can be felt. നമ്മളുടെ തൊണ്ടയിൽ വരുന്ന പൾസ്, അതായത് നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ ഒരു തൊണ്ടയിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു അനക്കം അറിയാൻ പറ്റും, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്തൊക്കെ അത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് ദ പൾസ് ഈസ് ഫൗണ്ട് ഫീബിൾ, അത് വളരെ കുറച്ച് ഫീബിൾ ആണ്, അതായത് വളരെ ചെറിയ തോതിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇനി പറയുന്ന സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ലേ ദി വിക്ടിം ഓൺ ഹിസ് ബാക്ക്
On a film surface, kneel alongside as shown in figure 2.15. ഇതേപോലെ നിവർത്തി കിടത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ പിക്ചറിൽ 2.15 എന്ന് പറയുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ അടുത്ത് നമ്മൾ മുട്ടുകുത്തി നിൽക്കുക. Then facing the chest, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ആരാണോ ഇത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത്, ആ ട്രെയിനർ. Facing the chest, locate the lower part of the breast bone. നമ്മൾ അവരുടെ ചെസ്റ്റിനോട് ചേർന്ന് ഫേസ് അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, ബ്രസ്റ്റ് ബോൺ, നമ്മളുടെ നെഞ്ചിന് താഴെയുള്ള ബോൺ ലൊക്കേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ബോൺസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. Then place the palm of one hand on the center of the lower part of the breast bone. എന്ത് ചെയ്യുക, ഒരു ബ്രസ്റ്റ്, നമ്മളുടെ ഒരു കൈ, ഉള്ളം കൈ, പാം എന്ന് പറയുന്നത് ഉള്ളം കൈനെയാട്ടോ. അപ്പൊ നമ്മളുടെ വിരലുകളല്ലാത്ത ബാക്കി വരുന്ന റൗണ്ട് പോർഷൻ എന്ത് ചെയ്യുക, ഒരു ബ്രസ്റ്റ് ബോണിന്റെ മുകളിൽ വെക്കുക. കീപ് യുവർ ഫിംഗേഴ്സ് ഓഫ് ദി റിബ്സ്. എന്നിട്ട് നമ്മളുടെ വിരലുകൾ എവിടെ വെക്കണം, വാരിയെല്ലിലും വെക്കണം. അപ്പൊ ബ്രസ്റ്റ് ബോണിന്റെ മുകളിൽ നമ്മളുടെ പാം വെക്കുക, ഒരു കൈയുടെ പാം വെക്കുക. ലോവർ പാർട്ട് ഓഫ് ദി ബ്രസ്റ്റ് ബോൺ, താഴ്ഭാഗത്ത്, ബ്രസ്റ്റ് ബോണിന്റെ താഴ്ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്. ദെൻ കീപ് യുവർ ഫിംഗേഴ്സ് ഓഫ് ദി റിബ്സ്. റിബ്സിന്റെ അവിടെയായിട്ട് നമ്മളുടെ ഫിംഗേഴ്സ് വെക്കുക. ഈ 2.16 ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കേട്ടോ. കവർ ദി പാം വിത്ത് യുവർ ഹാൻഡ് ആൻഡ് ലോക്ക് യുവർ ഫിംഗേഴ്സ് ആസ് ഷോൺ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ അടുത്ത കൈ കൊണ്ട് നമ്മളുടെ ഈ കൈ, ഏത് കൈയാണോ നമ്മൾ രോഗിയുടെ മേല് വെച്ചത്, നമ്മളുടെ മറ്റേ കൈ കൊണ്ട് ആ കൈനെ കവർ ചെയ്യുക. അതൊക്കെയാണ് ഈ 2.16 കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും തന്നെ കണ്ടു കാണും, ധാരാളം സിനിമയിലും വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് നെഞ്ചിന്റെ അവിടെ വെച്ച് പ്രസ് ചെയ്ത് ശ്വാസം കൊടുക്കുന്നത്. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് നമ്മളുടെ കൈയുടെ ഫുൾ പ്രഷർ കൊടുക്കുക എന്നാണ്. പക്ഷെ ഒരിക്കലും ഫുൾ പ്രഷർ അല്ല, നമ്മളുടെ പാമാണ്, കൈപ്പത്തി അല്ലെങ്കിൽ ഉള്ളം കൈയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബ്രസ്റ്റ് ബോണിന്റെ താഴെയായിട്ട് നമ്മളുടെ ഉള്ളം കൈ വെക്കും. നമ്മളുടെ വിരലുകൾ എവിടെ വെക്കും, നമ്മളുടെ റിബ്സിനോട് ചേർത്ത് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അമർത്തുകയാണ് ചെയ്യുന്നത്. കീപ്പിംഗ് യുവർ ആം സ്ട്രേറ്റ് as shown in figure 2.17, press sharply down on the lower part of the breastbone and release the pressure. ഈ 2.17 കാണിച്ചിരിക്കുന്ന പോലെ നമ്മളുടെ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ആരാണോ ഇത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നത് അവരുടെ കൈകൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രഷർ കൊടുക്കുമ്പോൾ press sharply down the lower part of the breast. നന്നായിട്ട് അവിടെ പ്രഷർ ചെയ്യുക, അതിനുശേഷം റിലീസ് ചെയ്യുക, വിട്ട് കളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. Then next step, repeat step 6 15 times at the rate approximately 1 per second. ഒരു സെക്കൻഡിൽ 1 എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഈ CPR അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നത് കൊടുത്തുകൊണ്ടിരിക്കുക. Recheck the carotid pulse as one done in step 1. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും നമ്മളുടെ കാരോറ്റിഡ് പൾസ്, നമ്മളുടെ തൊണ്ടഭാഗത്ത് വരുന്ന പൾസ് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. Give 2 cycles of mouth to mouth artificial respiration as shown in figure 2.18. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്കായിട്ട് മൗത്ത് ടു മൗത്ത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ നെഞ്ചത്ത് കൈകൊണ്ട് അമർത്തുന്നത് കൂടാതെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, മൗത്ത് ടു മൗത്ത് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. Give 10 to 15 more compressions of heart as done in step 5 to 7 and 6. Follow it up with the further 2 cycles of mouth to mouth artificial respiration. അതായത് 10-15 തവണ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, 2-3 തവണയായിട്ട് അല്ലെങ്കിൽ 2 തവണയെങ്കിലും മൗത്ത് ടു മൗത്ത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു 10-15 തവണ നമ്മളിങ്ങനെ ഈ കൈകൾ കൊണ്ടുള്ള പ്രഷർ കൊടുത്തതിന് ശേഷം 2 തവണ എന്ത് ചെയ്യാം, മൗത്ത് ടു മൗത്ത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ വെക്കാം. Checking for the carotid pulse. If the pulse is still feeble, repeat step 10 till the pulse improves. അതിനുശേഷം വീണ്ടും നമ്മൾ carotid pulse നോക്കുക. അത് വീണ്ടും ഫീബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. As soon as the heartbeat returns, stop the compressions immediately and continue with the mouth to mouth artificial respiration until natural breathing is fully restored. അവരുടെ ഹൃദയമിടിപ്പ് തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പ്രസ് ചെയ്യുന്നത് കംപ്രഷൻസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നതിനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഏത് സമയത്ത് വരെ കൊടുക്കണം, സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്നത് വരെ കൊടുക്കണം.
അപ്പോൾ ഹാർട്ട് ബീറ്റ് തിരിച്ച് നമുക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടേ, നമ്മൾ വേഗം ഈ പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കൊടുത്തിട്ടുള്ള കംപ്രഷൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ മൗത്ത് ടു മൗത്ത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. അത് ഏത് സമയം വരെ കൊടുക്കണം? അതെ, അവർക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ കഴിയുന്ന സമയം വരെ കൊടുക്കണം. Then last point, place the victim in the recovery position as shown in figure 2.19. Keep him warm and get medical help quickly. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ. ഇതാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ റിക്കവറി പൊസിഷനെ കുറിച്ചായിരുന്നു. അപ്പൊ ഈ റിക്കവറി പൊസിഷനിൽ കിടത്തുക. അതിനുശേഷം എത്രയും അതേപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് കൈകളും കാലുകളൊക്കെ കൈപ്പത്തി കാലിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലേക്ക് പെട്ടെന്ന് ചൂട് കയറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് ഉടനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. Then important points to note after giving artificial respiration to victims. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. First point, even if the victim's breathing and heartbeat have recovered, do not delay in calling a doctor for checkup and treatment. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തപ്പോൾ തിരിച്ച് ഹാർട്ട് ബീറ്റും അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും, തിരിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യരുത്, അത് നമ്മൾ ഉടനെ തന്നെ ആ പേഷ്യൻസിനെ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആഫ്റ്റർ ദി victim has recovered, keep the victim warm with a blanket wrapped up with a hot water bag. Stimulate circulation by stroking the inside of the arms and legs towards the heart. ഇതാണ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത്. അവർക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ സാധിച്ചാലും എന്ത് ചെയ്യുക, അവരെ വേഗം നല്ല ബ്ലാങ്കറ്റ് വെച്ച് അവർക്ക് മാക്സിമം ചൂട്, ശരീരത്തിന് ചൂട് കിട്ടുന്ന രീതിയിൽ അവരെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ബ്ലാങ്കറ്റ് വെച്ച് കവർ ചെയ്യുക, ഹോട്ട് വാട്ടർ ബാഗ്സ് കൊടുക്കുക, അതേപോലെ അവരുടെ കൈകളും കാലുകളൊക്കെ നന്നായിട്ട് തിരുമ്മി കൊടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. When the victim revives, make him lie down. അവരെ താഴെ, അവർ ഓക്കെ ആണെന്ന് കാണുമ്പോൾ make him lie down, കമന്ന് കിടക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പോയിന്റ് പറഞ്ഞില്ലേ, റിക്കവറി പൊസിഷൻ എന്ന് പറയുന്ന ആ രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡു നോട്ട് ലെറ്റ് ഹിം എക്സേർട്ട് ഹിംസെൽഫ് ആസ് ദിസ് മേ ലീഡ് ഡിറ്റോറിയേഷൻ ഇൻ ഹിസ് കണ്ടീഷൻ. സ്വന്തമായിട്ട് പ്രഷർ കൊടുത്തൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ പാടില്ല അവര്. പകരം അത് അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ ആ സമയത്തെ സ്ഥിതി വഷളാക്കുകയുള്ളൂ. പകരം നമ്മളുടെ ഹെൽപ്പോട് കൂടി വേണം അവരെ അത് ചെയ്യിപ്പിക്കാൻ, ക്രമത്തേക്ക് കിടത്താനായിട്ട്. ഡു നോട്ട് ഗീവ് the victim any stimulant such as coffee, tea, etc. until he is fully conscious. അവർ ഫുള്ളി കോൺഷ്യസ് ആവുന്ന വരെ അവർക്ക് എന്തൊന്നും കൊടുക്കാൻ പാടില്ല. കോഫി, ടീ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. നമുക്കറിയാം ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ കോഫി കുടിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ക്ഷീണം മാറുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുടിക്കാറുണ്ട്. പക്ഷെ അത് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന്റെ സമയത്ത് ചെയ്യാൻ പാടില്ല. അപ്പോ നമുക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. റൈറ്റ് ദി ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, റൈറ്റ് ദി പ്രിക്കോഷൻസ് ഓഫ് മൗത്ത് ടു മൗത്ത് മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അത് ജസ്റ്റ് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകളിലെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മളുടെ അടുത്ത ടൈപ്പ്, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു മേഖലയാണ് വൂണ്ട്. മുറിവുകൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാലോ. ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തന്നെ അമ്മമാരാണ്. ഇപ്പൊ വീട്ടിൽ നമ്മളുടെ മക്കള് കളിക്കുമ്പോൾ അവിടെ വീണു ഇവിടെ വീണു എന്ന് പറഞ്ഞ് മിക്കവാറും അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ആ വൂണ്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. വൂണ്ട്. വൂണ്ട് മീൻസ് അതിനകത്ത് ഫസ്റ്റ് 2 ടൈപ്പ് വൂണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് എക്സ്റ്റേണലും ഒന്ന് ഇന്റേണലും. അപ്പൊ ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എക്സ്റ്റേണൽ ബ്ലീഡിങ്. അതായത് ബ്ലീഡിങ് പുറമേ ഉണ്ടാകുന്ന സാഹചര്യം, മുറിവുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രിങ് ദി സൈഡ്സ് ഓഫ് ദി വൂണ്ട് ടുഗദർ ആൻഡ് പ്രസ് ഫിംലി. അതിന്റെ 2 എവിടെയാണോ മുറിഞ്ഞത് അതിന്റെ 2 സൈഡിൽ നിന്ന് മെല്ലെ പ്രസ് ചെയ്യുക. Place the patient in a comfortable position and raise the injured part. പേഷ്യന്റിനെ ഒരു കംഫർട്ടബിൾ, അവർക്ക് ഒരു ആശ്വാസമുള്ള രീതി പൊസിഷനിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ റൈസ് ദി ഇൻജേർഡ് പാർട്ട്. ഇപ്പൊ കാലാണ് മുറിഞ്ഞെങ്കിൽ അതൊന്ന് പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൈയാണ് മുറിഞ്ഞെങ്കിൽ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. If you know the pressure points of the appropriate locations, then press
on them firmly for 10 to 15 minutes. ഇനി നമുക്ക് അഥവാ ബോഡി പാർട്സിലെ പ്രഷർ പോയിന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ അവർക്ക് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളൊന്ന് പ്രഷർ ഒന്ന് അല്ലെങ്കിൽ അവരൊന്ന് പ്രസ് ചെയ്യാം. അതായത് പ്രഷർ പോയിന്റ്സിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, അത് അവരുടെ ബോഡിയിലെ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിനെ കൺട്രോൾ ചെയ്യും. അപ്ലൈ എ ക്ലീൻ പാഡ് ലാർജർ ദാൻ ദി wound and press it firmly with the palm until the bleeding lessens and finally stops. എന്ത് ചെയ്യാം, നമുക്ക് അറിയാം മുറിവ് വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ നല്ലൊരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള തുണി അവിടെ വെച്ച് അവിടെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്യാം. നമ്മളുടെ ഉള്ളം കൈ കൊണ്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. അത് ചോര നിൽക്കുന്നത് വരെ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയുന്ന സമയം വരെ ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇഫ് ദ ബ്ലീഡിങ് കണ്ടിന്യൂസ് ഡു നോട്ട് റിമൂവ് ദി ഒറിജിനൽ ഡ്രസ്സിംഗ് ബട്ട് ആഡ് മോർ പാഡ്സ്. എന്ത് ചെയ്യുക, ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒപ്പി എടുത്തുകൊണ്ടിരുന്ന തുണി എടുത്തു മാറ്റരുത്. തുണി അല്ലെങ്കിൽ കോട്ടൺ പഞ്ഞി എടുത്തു മാറ്റരുത്. പകരം എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ചുകൂടി കട്ടിയിൽ ഈ പാഡ് അല്ലെങ്കിൽ നമ്മളുടെ കോട്ടൺ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫൈനലി അപ്ലൈ ബാൻഡേജ് ഫിംലി ബട്ട് നോട്ട് ടു ടൈറ്റ്ലി. വളരെ ലൂസായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു വേദന ഉണ്ടാക്കുന്ന രീതിയിലോ ടൈറ്റ് ആയിട്ടുള്ള രീതിയിലോ നമ്മൾ ബാൻഡേജ് അപ്ലൈ ചെയ്യരുത്. അതൊന്ന് കെട്ടിക്കൊടുക്കുക. ദെൻ ട്രീറ്റ് ഫോർ ഷോക്ക്. ഷിഫ്റ്റ് ദി പേഷ്യന്റ് ടു എ ഹോസ്പിറ്റൽ ആസ് സൂൺ ആസ് പോസിബിൾ. വരെ ആ ഒരു മെന്റാലിറ്റി ഒന്ന് മൈൻഡ് മാറ്റിയെടുക്കുക എന്നുള്ളതായിട്ട് ഇവിടെ ട്രീറ്റ് ഫോർ ഷോക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇന്റേണൽ ബ്ലീഡിങ്ങിനെ കുറിച്ചാണെങ്കിൽ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇന്റേണൽ നമുക്കറിയില്ല, ഉള്ളിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലേ ദി പേഷ്യന്റ് ഡൗൺ വിത്ത് ദി ഹെഡ് ലോ, റൈസ് ദി ലെഗ്സ് യൂസിങ് പില്ലോസ്. തല താഴെ വരുന്ന രീതിയിൽ പേഷ്യന്റിനെ താഴെ കിടത്തുക. അതിനുശേഷം എന്ത് ചെയ്യാം, കാൽഭാഗങ്ങൾ റേസ് ദി ലെഗ്സ് യൂസിങ് പില്ലോസ്, തലവേണ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കാൽഭാഗം ഉയർത്തുക. Keep the patient calm and relaxed with the reassurance. Do not allow the patient to move. അവരെ ഒരു ശാന്തതയിൽ അല്ലെങ്കിൽ സമാധാനത്തിലാണെന്നുള്ള രീതിയിൽ അവരെ അവിടെ തന്നെ കിടത്തുക. അവരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. മെയിൻറ്റെയിൻ ദി ബോഡി ഹീറ്റ് വിത്ത് ബ്ലാങ്കറ്റ്, സ്ട്രാപ്സ് ഓർ കോട്ട്സ്. എന്ത് ചെയ്യുക, ബോഡി മാക്സിമം ഹീറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ്, റഗ്, കോട്ട് അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഉപയോഗിച്ച് ബോഡി മാക്സിമം ഹീറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡു നോട്ട് ഗീവ് എനിത്തിങ് ടു ഈറ്റ്. ആ സമയത്ത് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കൊടുക്കരുത്. ഡു നോട്ട് അപ്ലൈ ഹോട്ട് വാട്ടർ ബോട്ടിൽസ് ഓർ ഐസ് ബാഗ്സ് ടു ദി ചെസ്റ്റ് ഓർ അബ്ഡോമിൻ. ദിസ് മേ മേക്ക് തിങ്സ് വേഴ്സ്. ഈ നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ്, ഐസ് ബാഗ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അറേഞ്ച് ഫോർ ദി പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ് ടു ദി ഹോസ്പിറ്റൽ അറ്റ് ദി ഏർലിയസ്റ്റ്. കാരണം എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. കാരണം ഇത് ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ വൂണ്ടിന്റെ രണ്ട് ടൈപ്പ്, എക്സ്റ്റേണലും ഇന്റേണലും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ പോയിന്റ്സ്, ഒന്നാമത്തത് മൗത്ത് ടു നോസ് റെസ്പിറേഷൻ എങ്ങനെയാണ്, അതേപോലെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, രണ്ട് ടൈപ്പ് വൂണ്ട്സിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ള വൂണ്ടും എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉള്ള വൂണ്ടും. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്യാം. ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഹാൻഡ് റൈസ് ബട്ടൺ പ്രസ് ചെയ്യാം. മുബഷിറ, എന്ത് പറ്റി? ഏത് ഭാഗമാണ് ഡൗട്ട് എന്ന് പറയാവോ? സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് വെച്ചാല് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ 4 ടൈപ്സ് ആണോ 2 ടൈപ്സ് ആണോ? ഏതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഹൗ മെനി ടൈപ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാല് അത് 4 ടൈപ്സ് ആണോ അതോ 2 ടൈപ്സ് ആണോ? സ്കാഫേഴ്സ് മെത്തേഡ് ആൻഡ് നെയിൽസൺ മെത്തേഡ് ഓൺലി, അത് രണ്ടും മാത്രമാണോ അതോ പിന്നെ? അത് രണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മൗത്ത് ടു മൗത്ത് ആൻഡ് മൗത്ത് ടു മൗത്ത്, അതിന്റെ ഉള്ളിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ രണ്ട് ടൈപ്പ് തന്നെയാണ്.
നമ്മളിപ്പോ പറഞ്ഞ ഷാഫേഴ്സ് മെത്തേഡും നെൽസൺസ് മെത്തേഡും അതിന്റെ ഓരോ മെത്തേഡിലും വരുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ ആ പോർഷനിൽ. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഇറ്റ് ഈസ് ഷോക്ക്. ഷോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ് മീ ഷെയർ ദി സ്ക്രീൻ. ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ reassure the patient if the patient is conscious. ആ ഒരു കോൺഷ്യസ് ആണെങ്കിൽ എന്താ പറയുന്നത്, അവരെ ഒരു നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. Place the patient comfortably on his back except in the case of injury of the head, chest or abdomen. Lower the head slightly and turn to one side. In case of vomiting, place in 3/4 back up position. അതായത് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നേരെ place the patient comfortably on his back. അവരെന്ത് ചെയ്യാ, നേരെ നിലത്ത് കിടത്തുക. അത് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് ഇനി പറയുന്നത്. ഒന്ന്, ഹെഡിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അതേപോലെ ചെസ്റ്റിന്, അബ്ഡോമിൻ, വയറിനോ ഹൃദയ നെഞ്ച് ഭാഗത്തായിട്ടോ ഹെഡിനോ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നേരെ കിടത്താൻ പാടില്ല. അതേപോലെ lower the head slightly and turn to one side. ഹെഡ് ചെറുതായിട്ട് ഒന്ന് താഴ്ത്തിയിട്ട് ഒരു സൈഡിലേക്ക്